Salam, Namaste. Hi, welcome back to my YouTube channel. If you're new here, I am Dr. Sharon Paul Palathingal and I make videos on life, motivation and dentistry. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? How to take care of your baby's teeth for better adult oral hygiene. വലുതാകുമ്പോൾ പല്ലൊക്കെ നല്ല കിടുക്കാച്ചി പോലെ ഇരിക്കണമെങ്കിൽ ചെറുപ്പത്തിലേ തൊട്ടേ ടീത്ത് കെയർ ശ്രദ്ധിച്ചു തുടങ്ങണം. സോ അതെങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. Without further ado, let's get into the video. ശ്രദ്ധിച്ചു തുടങ്ങേണ്ട ആദ്യത്തെ സമയമാണ് ബിഫോർ ദ ടീത്ത് ഇറപ്റ്റ്. പല്ല് മുളയ്ക്കുന്നതിന് മുൻപുള്ള സ്റ്റേജ്. ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു ലുക്ക് ആഫ്റ്റർ ദ ഹൈജീൻ അറ്റ് ദിസ് സ്റ്റേജ്? ഇത്രയും ചെറുപ്പത്തിലെ തന്നെ ഓറൽ ഹൈജീൻ നോക്കേണ്ട ആവശ്യമാണ്. ഓഫ് കോഴ്സ് യെസ്. എന്തുകൊണ്ടാണെന്നറിയോ? ബേബി കുടിക്കുന്ന മിൽക്കില്ലേ, ബ്രസ്റ്റ് മിൽക്ക്, അതിന്റെ അംശങ്ങൾ അത് ഓറൽ കാവിറ്റിയിൽ ഒരുപാട് നേരം സ്റ്റേ ചെയ്താൽ എന്ത് സംഭവിക്കും? വിച്ച് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് കേരീസ് ഇൻ ദ പ്രൈമറി ഡെന്റിഷൻ. സോ അത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? പാല് കുടിച്ചതിന് ശേഷം ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്ത് തുടയ്ക്കാവുന്നതാണ്, ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു മോണഭാഗമെല്ലാം. ഇപ്പോൾ ബിഫോർ ടീത്ത് ഇറപ്റ്റ്സ്, പല്ല് മുളയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് കാര്യമാണ് ആഫ്റ്റർ ദ ഫസ്റ്റ് ടൂത്ത് ഇറപ്റ്റ്. ആദ്യത്തെ പല്ല് മുളച്ചതിന് ശേഷം ആ സമയത്താണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം. സ്റ്റാർട്ട് യൂസിങ് എ കിഡ് സൈസ്ഡ് ടൂത്ത് ബ്രഷ് ആൻഡ് എ റൈസ് സൈസ്ഡ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ്. ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ്. ഇപ്പോഴത്തെ കാലത്തെല്ലാം കിഡ്സ് ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. ഫ്ലേവേർഡ് ആയിട്ടുള്ളത്, സ്ട്രോബെറി ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ ഒക്കെയുള്ള ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു ഡെന്റിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് ഇതുപോലെ നല്ലൊരു ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതിന്. കുട്ടികൾക്ക് ഈ ടൂത്ത് ബ്രഷിംഗ് എന്നുള്ള ഈ ഒരു പ്രവൃത്തിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആസ് പാരന്റ്സ് യു ഷുഡ് ബി ഡൂയിങ്. അല്ലാതെ പല്ല് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഒക്കായി വന്ന് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വിലയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കാതിരിക്കും. ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പല മാർഗങ്ങളും ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ മുമ്പിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ടൂത്ത് ബ്രഷിംഗ് നമ്മൾ ചെയ്യുന്നതായിട്ട് അവരെ കാണിച്ചു കൊടുക്കാം. അത് എത്ര രസകരമായ ഒരു ആക്ടിവിറ്റി ആണെന്ന് വേണമെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പലതരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ നിന്ന് ടൂത്ത് ബ്രഷ് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ കാണിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നിങ്ങളിൽ പല പാരന്റ്സും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിന്റെ ഇടയിൽ കുട്ടിയെ നോക്കാൻ ടൈമില്ലാത്തപ്പോൾ ആ ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കാറുള്ളതല്ലേ? ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം, 1 മുതൽ 5 വയസ്സ് വരെ അല്ലെങ്കിൽ മാക്സിമം 6 വയസ്സ് വരെ കുട്ടികളിൽ ബ്രഷിംഗ് ചെയ്യിക്കുമ്പോൾ പരമാവധി പാരന്റ്സ് ഗൈഡ് ചെയ്ത് മാത്രം ബ്രഷ് ചെയ്യിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാതിരിക്കുക. 6 വയസ്സിന് ശേഷം മാത്രം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. അതുവരെയും നിങ്ങൾ ഗൈഡ് ചെയ്ത് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അവരുടെ ഇഷ്ടവും അനിഷ്ടവും വാശിയും നോക്കി നിൽക്കാതെ നിർബന്ധമായും നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ബ്രഷിംഗ് ചെയ്തു കൊടുക്കുക. 6 വയസ്സിന് ശേഷം നിങ്ങൾ ഹെൽപ്പ് ചെയ്യരുത്. കുട്ടി തന്നെ ചെയ്യാൻ അതിനകം ട്രെയിൻഡ് ആയിരിക്കണം. ഓക്കെ. 4ാമത്തെ കാര്യമാണ് 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ ഉറപ്പായും വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുട്ടി വലുതായതിനു ശേഷം എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറിന് ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് വൈറ്റ് കോട്ട് ഫിയർ അല്ലെങ്കിൽ വെള്ള കോട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭയം, ചിലപ്പോൾ ചെറുപ്പത്തിൽ വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പിള്ളേരുടെ കണ്ണിൽ ഈ വൈറ്റ് കോട്ട് ഓൾറെഡി നന്നായി പതിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷമാണ് അവർ പിന്നെ വലുതാകുമ്പോൾ ചിലപ്പോൾ ഒരു പല്ലിൽ കേടുവന്ന് അത് അതിന്റെ സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പല പാരന്റ്സും കുട്ടികളെ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ സൈക്കോളജിക്കലി വൈറ്റ് കോട്ടുമായിട്ട് ഒരു പേടി ഡെവലപ്പ് ചെയ്യപ്പെടും. നമ്മളായിട്ട് ഈ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കാതിരിക്കുക. അത് അവരുടെ അഡൾട്ട് സ്റ്റേജിലെല്ലാം അവരെ അത് വളരെയധികം ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്കത് പരിശീലിപ്പിക്കാം. അതെങ്ങനെയാണ്? ആദ്യത്തെ പല്ല് മുളച്ചതിന് ശേഷം എല്ലാ 6 മാസങ്ങളിലും നമ്മൾക്ക് ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാം. ഒരു റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അത് കുട്ടിയും ഡെന്റിസ്റ്റും അല്ലെങ്കിൽ വൈറ്റ് കോട്ട് എന്നുള്ളൊരു ഫിയർ മാറി കുട്ടിക്ക് ഡെന്റിസ്റ്റ് ആയിട്ട് ഒരു റാപ്പോർട്ട് ഉണ്ടാകാൻ അത് സഹായിക്കും, ഒരു കണക്ഷൻ ഉണ്ടാകാൻ അത് സഹായിക്കും. പിന്നീട് ഏതൊരു ഡോക്ടറിനെ പോയി വിസിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഭയം കുട്ടികൾക്ക് പൊതുവേ കാണപ്പെടില്ല. അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യും. നമുക്കൊരു റീക്യാപ്പ് പോയാലോ? ഫസ്റ്റ് പറഞ്ഞതാണ് ബിഫോർ ദ ഫസ്റ്റ് ടൂത്ത് ഇറപ്റ്റ്. ആദ്യത്തെ ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത് പറഞ്ഞത് ആഫ്റ്റർ ദ ഫസ്റ്റ് ടൂത്ത് ഇറപ്റ്റ്. ആദ്യത്തെ ടൂത്ത് ഇറപ്റ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞതാണ് 1 മുതൽ 5 വയസ്സ് വരെ പാരൻസ് ഗൈഡ് ചെയ്ത് മാത്രം ടൂത്ത് ബ്രഷിംഗ് ചെയ്യിപ്പിക്കാം. 4ാമത്തെ കാര്യം പറഞ്ഞതാണ് 6 മാസം കൂടുമ്പോഴുള്ള ഡെന്റൽ ചെക്കപ്പ് ഉറപ്പായും ചെയ്യുക. ഈസി ആയിട്ടുള്ള ടിപ്സ് അല്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. മറ്റൊരു ടോപ്പിക്കായി പിന്നീട് കാണാം. Bye.